സീതാറാം യെച്ചൂരിക്ക് യാത്രാമൊഴിയേകി രാജ്യം. പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായി യെച്ചൂരിയുടെ മൃതദേഹം എയിംസിന് പഠനാവശ്യത്തിനായി കുടുംബാംഗങ്ങളും പാർട്ടിയും ചേർന്ന് കൈമാറി. വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, സീതാറാം യെച്ചൂരി ഇനി ജ്വലിക്കുന്ന ഓർമ്മയാണ്. വിലാപയാത്രയ്ക്ക് ശേഷം എയിംസിന് പഠനാവശ്യത്തിനായി എയിംസിന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൈമാറിയിരിക്കുകയാണ്. ബന്ധുക്കളും പാർട്ടി സഖാക്കളുമെല്ലാം ചേർന്ന്. സമഗ്രമായ വിവരങ്ങൾ. നീലിമ, തീർച്ചയായിട്ടും നമ്മളിപ്പോഴുള്ളത് AKG ഭവനിൽ തന്നെയാണ്. പാർട്ടി ആസ്ഥാനത്താണ് നമ്മളിപ്പോഴുള്ളത്. സീതാറാം യെച്ചൂരി എന്ന വിപ്ലവ നായകനില്ലാത്ത AKG ഭവനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും വികാരഭരിതമായ ഒരു ദിവസത്തിലൂടെയാണ് ഇന്ന് കടന്നുപോയത്. പ്രത്യേകിച്ച് പാർട്ടി അംഗങ്ങൾക്കും പ്രവർത്തകർക്കായാലും അതോടൊപ്പം തന്നെ അണികൾക്കായാലും എല്ലാവർക്കും അവരുടെ പ്രിയ സഖാവായിരുന്നു സീതാറാം യെച്ചൂരി. ഇന്ന് രാവിലെ തന്നെ ഇവിടെ പൊതുദർശനം ആരംഭിച്ചിരുന്നു. 10:15 കൂടിയാണ് വസന്ത് കുഞ്ചിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും മൃതശരീരം ഇങ്ങോട്ടേക്ക് എത്തിച്ചത്, പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഏറ്റുവാങ്ങി. അതിനുശേഷം ഇത്തരത്തിൽ പൊതുദർശന ചടങ്ങുകൾ ഇവിടെ AKG ഭവൻ്റെ മുന്നിൽ ആരംഭിച്ചു. സീതാറാം യെച്ചൂരിയുടെ ജീവാത്മാവായിട്ടുള്ള ഈ പാർട്ടി ഓഫീസിന് മുന്നിൽ അദ്ദേഹം അന്ത്യ അഭിവാദ്യങ്ങൾ കേട്ടുകൊണ്ടാണ് മടങ്ങിയത്. നിരവധി നേതാക്കൾ, ദേശീയ നേതാക്കൾ, അതായത് സോണിയാഗാന്ധി അടക്കം നിരവധി നേതാക്കൾ ഇങ്ങോട്ടേക്കെത്തി അദ്ദേഹത്തിന് അന്തിമ ഔപചാരം അർപ്പിച്ചിരുന്നു. മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അത്തരത്തിൽ ഒരു ഏറ്റവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള നേതാവ് തന്നെയാണ് ഇപ്പോൾ യാത്രയായിരിക്കുന്നത്. വൈകിട്ട് 3:15 കൂടിയാണ് സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം ഇവിടെ നിന്നും അവസാന വിപ്ലവ അഭിവാദ്യങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ദില്ലി എയിംസിലേക്ക് വിലാപയാത്രയായി പോയത്. ഇവിടുന്ന് നിന്നും 14 അശോക റോഡ് വരെ നടന്ന് പാർട്ടി അംഗങ്ങളും എല്ലാവരും നടന്നാണ് എത്തിയത്. കാരണം 14 അശോക റോഡ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പാർട്ടി ആസ്ഥാനം വരുന്നതിന് മുന്നേ ഉള്ള പാർട്ടി ഓഫീസ്, യോഗങ്ങളൊക്കെ അവിടെയായിരുന്നു ചേർന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവിടെ വരെ വിലാപയാത്രയിൽ പാർട്ടി സഖാക്കൾ എല്ലാവരും തന്നെ നടന്നുള്ള ഒരു വിലാപയാത്ര തന്നെയായിരുന്നു. അവിടെ നിന്നും ആംബുലൻസിൽ ഇങ്ങോട്ടേക്ക് എയിംസിലേക്ക് എത്തിക്കുകയായിരുന്നു. എയിംസിലും വളരെ വികാരനിർഭരം തന്നെയായിരുന്നു. പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ തന്നെ ആഗ്രഹപ്രകാരമാണ് വീട്ടുകാരും പാർട്ടിയും ചേർന്ന പഠനത്തിനു വേണ്ടി ദില്ലി എയിംസിന് വിട്ടു നൽകിയത്. അവിടെയും മുദ്രാവാക്യ വിളികളുമായി പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ എത്തിയിരുന്നു. എന്തായാലും സീതാറാം യെച്ചൂരി എന്ന വിപ്ലവ നക്ഷത്രം ഇനി ഈ AKG ഭവനിൽ ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയ പ്രവർത്തനങ്ങൾ അതെല്ലാം തന്നെ ഇവിടെ നിലനിൽക്കും. നീലിമ. ശരി വിഷ്ണു. യെച്ചൂരിക്ക് അന്ത്യഘട്ടത്തിൽ ചികിത്സ നൽകിയ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി വിട്ടു നൽകിയിരിക്കുന്നത്.